ഞങ്ങളിവിടെ വന്നത് നിയമത്തിന് എല്ലാവരും വിധേയപ്പെടണം. അദ്ദേഹം നിയമത്തിന് വിധേയപ്പെട്ടു. ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചു. അദ്ദേഹം തിരിച്ചിറങ്ങുകയാണ്. ഈ വിഷയത്തിൽ പർട്ടിക്കുലറായിട്ട് ഒരു മനുഷ്യജീവി പോലും ഒരാൾ കാരണം അവഹേളിക്കപ്പെടാൻ പാടില്ല. ഇതെല്ലാവരും നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? അത് തെറ്റാണെന്ന് പറഞ്ഞു. കോടതി അതിനൊരു പണിഷ്മെൻറ്റ് കൊടുത്തു. അത് വന്നു. ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. പക്ഷേ ഞങ്ങൾ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ അദ്ദേഹത്തിനൊപ്പമാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ എത്രയോ നാളുകൾ കഴിഞ്ഞു അല്ലേ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വേണമെങ്കിൽ ചിലപ്പോൾ എവിടെ വന്നതാണെങ്കിലും എവിടെ ഇപ്പോൾ മാഡവും ഞാനും ഇവിടെ നിൽക്കുകയല്ലേ, ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുകയല്ലേ, ഇവരിൽപ്പെട്ട ആരെങ്കിലും നമ്മളിനി മാഡം ജോലി ചെയ്യാൻ വന്നതല്ലേ, മാഡത്തിന് അല്ല അത് കോടതിയുടെ ഭാഗം. അതുപോലെ നമുക്ക് ആയിരിക്കും, അത് തെറ്റാന്നല്ല പറയുന്നത്. ഞാൻ ആണ് അതൊന്നും തെറ്റ് അല്ല, അതൊക്കെ ശരി തന്നെ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നത്, ഇപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും പേരുണ്ടല്ലോ, ഞങ്ങൾ സ്ത്രീകളുടെ പ്രതിനിധികൾ തന്നെയല്ലേ. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധാരണ കുടുംബങ്ങളിൽ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ പോകുന്ന ആളുകളാണ്. ഇവിടെ കണ്ട സ്ത്രീകളുടെ പ്രതിനിധികളായ ഒരുപാട് പേര് സംസാരിക്കുകയും ചെയ്തത് നിങ്ങൾ കേട്ടു. അവർക്ക് അവകാശമുണ്ട്, ഹണി റോസിന് അവകാശമുണ്ട്, അതിൻ്റേതായ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ബോബി ചെമ്മണ്ണൂർ ചെയ്തതോ പറഞ്ഞതോ ശരിയാണെന്നുള്ളതല്ല. അദ്ദേഹം നിയമത്തിന് മുന്നിൽ വന്നു, നിയമത്തിന് വിധേയപ്പെട്ട ഒരാളാണെന്ന് നമ്മൾ മലയാളി സമൂഹം കണ്ടതാ. ഒളിച്ചോടി രാജ്യം വിട്ട് പോകുകയൊന്നും ചെയ്തില്ലല്ലോ. നമ്മുടെ നിയമത്തിന് കീഴ്പ്പെട്ട് നിന്നു. ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങാൻ പോകുകയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ എടുത്തു പറയാണ്, ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്ക് പ്രതികരിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. ഇത്രയും മാസങ്ങൾക്ക് ശേഷമായിരുന്നില്ല അത് പ്രതികരിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറേ കൂടി സ്ത്രീകളുടെ പിന്തുണ അവർക്ക് ലഭിച്ചേനെ. കുറേ കാര്യം ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഓരോ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്. ആ സ്പോട്ടിൽ പ്രതികരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതിനുശേഷമാണെങ്കിലും ഇത്രയും കാലം കഴിഞ്ഞു അത് റിവീൽ ചെയ്യേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാവാം. ഏതായാലും അദ്ദേഹം നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. സാധാരണ ഒരു പൗരനും ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും നിയമം ഒരുപോലെയാണ്. അദ്ദേഹം അതിന് കീഴ്പ്പെട്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ കുറേ ലേഡീസ് ഉണ്ട്. തീർച്ചയായിട്ടും വരും. ഞങ്ങൾ പെരുമ്പാവൂർ. എന്തായാലും ബോച്ചെ നിയമത്തിന് കീഴ്പ്പെട്ടു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ആകേണ്ടതാണ്, ആകുന്നില്ല എന്നിപ്പോൾ അറിയുന്നു. അതെന്താണ് കാരണം എന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും ഇന്ന് റിലീസ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം കാണാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആകുന്നില്ല എന്നറിയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും ഒരുപാട് ആളുകൾക്ക് ജോലിയും ഇതൊക്കെ കൊടുത്ത്, തൊഴിലവസരങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഇതുണ്ട്. പിന്നെ ആൾ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കുകളല്ലേ, ചെറിയ ഫീലിങ്സ് ലേഡീസിന് തോന്നിയിട്ടുണ്ടാകും. ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ അത് അന്നേ പ്രതികരിക്കണമായിരുന്നു. എപ്പോഴാണെങ്കിലും എവിടെ വെച്ചിട്ടും പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശവും സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് പറയേണ്ട സമയത്ത് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ ആണെങ്കിൽ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്, നമ്മൾ പറയേണ്ട സമയത്ത് പറയുക. ഞാൻ കൊല്ലത്തുനിന്ന് വന്നതാണ്. ഇന്ന് ഇറങ്ങുന്നു. അതെ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് ഇറങ്ങുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് വന്നതാണ്. നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം അത്ര വലിയ തെറ്റാണ് കോടതിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി ശിക്ഷിക്കട്ടെ. അത് ഏറ്റുവാങ്ങാനും അദ്ദേഹം തയ്യാറ് തന്നെയാണ്. പക്ഷേ ഒരു തീവ്രവാദികളെയൊക്കെ കൊണ്ടുവന്ന് വളഞ്ഞിട്ട് പിടിക്കുന്ന രീതിയിലേക്ക് ആയപ്പോഴത്തേനും നോവുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട്. കാരണം ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഞങ്ങൾ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നും ബോച്ചയ്ക്കൊപ്പം തന്നെയായിരിക്കും.